PSC പോസിറ്റീവ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. ഏഴാമത്തെ മൊഡ്യൂളിലെ ബാക്കിയുള്ള ഒരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ അറ്റ് നാഷണൽ ലെവൽ ഇൻക്ലൂഡിംഗ് വാംനികോം, NCCT, ICM ഇതൊക്കെയായിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ കേരാഫെഡ് അസിസ്റ്റന്റ് അപ്പെക്സ് സൊസൈറ്റീസ് LDC എന്ന പേരുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഈ സിലബസിൽ വരുന്ന ടോപ്പിക്കുകളുടെ ഇതുവരെയുള്ള ക്ലാസ്സുകൾ എല്ലാം ആ ഒരു പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. കേരളത്തിലെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു NCCTയുടെ കീഴിലുള്ള ICMകളിൽ രണ്ടെണ്ണം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലാണ്. ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കണ്ണൂരും. ICM തിരുവനന്തപുരം, ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ ഈ തിരുവനന്തപുരത്തെ ICM ആണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. 1976 ഒക്ടോബർ 19 ICM തിരുവനന്തപുരം നിലവിൽ വന്നത്. ഇത് പൂജപ്പുര, തിരുവനന്തപുരത്തെ പൂജപ്പുരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഫങ്ഷനിങ് അണ്ടർ NCCT, നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ്ങിൻ്റെ അണ്ടറിലാണ് ഈ ICM തിരുവനന്തപുരം പ്രവർത്തിക്കുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആണ് MBA, HDCM, MDP ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ് കോഴ്സസ്. രണ്ടാമത് നമ്മൾ പഠിക്കാൻ പോകുന്നു ICM കണ്ണൂർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് കണ്ണൂർ. NCCTയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ICMകളിൽ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തേതാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തത് 1992. സിറ്റുവേറ്റഡ് അറ്റ് പറശ്ശിനിക്കടവ്, കണ്ണൂർ. കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ICM കേരള പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസ് ആണ് HDCM, MDP ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ് കോഴ്സസ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന സ്റ്റാഫ് ട്രെയിനിങ് സെൻറ്ററിനെ കുറിച്ചാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. STC എറണാകുളം. STC എറണാകുളം ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് വിത്ത് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് NABARD. ഇത് പ്രവർത്തിക്കുന്നത് NABARDിൻ്റെ ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിലാണ്. The major objective of the training center is to provide on-the-job training for its own staff and primaries. The training programs are in such a way as to develop the manpower in the bank, familiarize the changes taking place inside and outside the bank, equipping the staff to take up new programs, etc. മെയിനായിട്ടും ബാങ്ക് റിലേറ്റഡ് ട്രെയിനിങ് സ്റ്റാഫിനും അതുപോലെ പ്രൈമറീസിനും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് സെൻറ്ററിൻ്റെ ലക്ഷ്യം. അടുത്തത് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ACSTI. 1992 കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഉടമസ്ഥതയിൽ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് ബാങ്ക് ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതിന് വേണ്ടി NCDCയുടെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസിൽ തുടങ്ങിയ കോപ്പറേറ്റീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ACSTI, അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് ആരംഭിച്ച വർഷം 1992, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം മൺവിള എന്ന സ്ഥലത്താണ്. ഇറ്റ് ഈസ് ഫങ്ഷനിങ് ആസ് ആൻ ഓട്ടോണമസ് സ്റ്റാറ്റസ് ഫ്രം 30th November 2018. 2018 നവംബർ 30 മുതൽ ഇതൊരു ഓട്ടോണമസ് ബോഡിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. The institute is registered under Travancore Cochin Literary, Scientific and Charitable Societies Act 1955. The governance structure of the institute consists of General Council, Executive Committee and Training Advisory Committee. The General Council is headed by the Honorable Minister for Corporation. സഹകരണ മന്ത്രിയാണ് ജനറൽ കൗൺസിലിൻ്റെ തലവൻ. The Executive Committee headed by the Secretary of Corporation. കോർപ്പറേഷൻ്റെ സെക്രട്ടറിയാണ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ ഹെഡ്. അടുത്തത് കിക്മ, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ്. കിക്മ സ്റ്റാർട്ട് ചെയ്തത് 2009. സിറ്റുവേറ്റഡ് അറ്റ് നെയ്യാർ ഡാം, തിരുവനന്തപുരം. ഇത് റൺ ചെയ്യുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. കിക്മ ഈസ് എ പ്രൊഫഷണൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്.
അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കിംബ് ആണ്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴയിലാണ്. 2009 ഏപ്രിൽ 20 മുതലാണ് ഇത് പ്രവർത്തനം തുടങ്ങിയത്. ഫങ്ഷനിങ് അണ്ടർ കേപ്പ്. കേപ്പ് മീൻസ് കോപ്പറേറ്റീവ് അക്കാഡമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിലാണ് കിംബ് പ്രവർത്തിക്കുന്നത്. കേപ്പിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റ് സിമ്പിളായിട്ടാണ് കിംബ് പ്രവർത്തിക്കുന്നത്. ആൻഡ് അപ്രൂവ്ഡ് ട്രെയിനിങ് സെൻറ്റർ ഫോർ ദ എംപ്ലോയീസ് ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ. കോപ്പറേറ്റീവ് സെക്ടറിലുള്ള എംപ്ലോയീസിൻ്റെ അപ്രൂവ്ഡ് ട്രെയിനിങ് സെൻ്ററായിട്ടാണ് കിംബ് പ്രവർത്തിക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ്. ഹെഡ് ക്വാർട്ടേഴ്സ് ആലപ്പുഴ. കേപ്പ് എന്താണെന്ന് കൂടി പഠിച്ചു വെക്കണം. കോപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. കേപ്പ് മീൻസ് കോപ്പറേറ്റീവ് അക്കാദമി ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. 1999 കേപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്തെ കോ ബാങ്ക് ടവറാണ്. കേപ്പ് രജിസ്റ്റർ ചെയ്തതും ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 പ്രകാരമാണ്. കേപ്പിൻ്റെ ചെയർമാൻ ചീഫ് മിനിസ്റ്ററാണ്. വൈസ് ചെയർമാൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്. കേപ്പിൻ്റെ ചെയർമാൻ ചീഫ് മിനിസ്റ്റർ, വൈസ് ചെയർമാൻ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷനാണ്. കേപ്പിൻ്റെ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അതുപോലെ കേപ്പിന് എഞ്ചിനീയറിംഗ് കോളേജ് 7 എണ്ണമുണ്ട് കേരളത്തിൽ. കേപ്പ് സ്റ്റാർട്ടഡ് ഫസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജ് അറ്റ് വടകര. കേപ്പിൻ്റെ ബോർഡ് ഓഫ് മെമ്പേഴ്സിൽ 26 അംഗങ്ങളുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 7 അംഗങ്ങളാണ് ഉള്ളത്. കേപ്പിൻ്റെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു എസ്റ്റാബ്ലിഷ് ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ അണ്ടർ കോപ്പറേറ്റീവ് സെക്ടർ. കേരളത്തിൽ കോപ്പറേറ്റീവ് ട്രെയിനിങ് കൊടുക്കുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. നാഷണൽ ലെവലിലുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ. അതുപോലെ ഒരു സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ഇതിനു മുൻപ് പല ക്ലാസ്സുകളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അത്രയും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് വീണ്ടും ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എന്നത് കേരളത്തിലെ ഹയസ്റ്റ് നോൺ ഒഫീഷ്യൽ ബോഡി ഓഫ് കോർപ്പറേഷനാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് തിരുവനന്തപുരത്താണ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1970 നവംബർ 21. SCU ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെൻറ് ഓൺ 21 നവംബർ 1970. SCU എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് KCS ആക്ടിൻ്റെ 1969 KCS ആക്ടിൻ്റെ സെക്ഷൻ 89 അനുസരിച്ചാണ്. SCU was established as per the provisions of Section 89 of KCS Act 1969. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ S ഓഫ് KCS ആക്ട് 1969. 1969 KCS ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ S ആണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 91 SCUവിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയുന്നത്. SCU ഫോം ചെയ്തത് സെക്ഷൻ 89 പ്രകാരമാണ്. ഫങ്ഷൻസ് പറയുന്നത് സെക്ഷൻ 91. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ്. നമ്മൾ പവേഴ്സ് ഓഫ് രജിസ്ട്രാർ ആ ഒരു ക്ലാസ്സിൽ പഠിച്ചതാണ്. SCUവിൻ്റെ സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന് ജനറൽ ബോഡിയും ഉണ്ട്, മാനേജിംഗ് കമ്മിറ്റിയുണ്ട്. മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 23. അതുപോലെ മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് 12. SCU അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കോറം 1/4 ഓർ 20 വിച്ച് എവർ ഈസ് ലെസ്. 4/1 അല്ലെങ്കിൽ 20 ഏതാണോ കുറവ് അതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ജനറൽ ബോഡി മീറ്റിങ്ങിൻ്റെ കോറം. The general body meeting and managing committee meeting of SCU are presided over by the chairman. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം വിത്തിൻ എ പീരീഡ് ഓഫ് 6 months ആഫ്റ്റർ രജിസ്ട്രേഷൻ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേഷൻ ഫീസ് എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് മാക്സിമം 2000, മിനിമം 100. അഫിലിയേഷൻ ഫീസ് മിനിമം എത്രയാണ്? 100, മാക്സിമം 2000. നമ്മൾ നേരത്തെ പറഞ്ഞു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ കസ്റ്റോഡിയനാണ് SCU.
കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിനും ഒരു മാക്സിമം ലിമിറ്റ് ഉണ്ട്, അത് 60,000 രൂപയാണ്. ഇനി കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് പേ ചെയ്യേണ്ടത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞ് 2 മാസത്തിനുള്ളിലാണ്. അങ്ങനെ പേ ചെയ്യുന്നതിൽ ചീഫ് എക്സിക്യൂട്ടീവ് വീഴ്ച വരുത്തിയാൽ 8% പലിശ ചീഫ് എക്സിക്യൂട്ടീവ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ പബ്ലിക്കേഷനാണ് കോപ്പറേറ്റീവ് ജേണൽ. കോപ്പറേറ്റീവ് ജേണൽ ഈസ് ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. ഇത് പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയത് 1952 മുതലാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ്റെ ചെയർമാൻ രജിസ്ട്രാറും സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറുമാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ കീഴിലുള്ള സെൻട്രൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻ്റെ ചെയർമാൻ രജിസ്ട്രാറാണ്, സെക്രട്ടറി അഡീഷണൽ രജിസ്ട്രാറാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് KR ഇലങ്കത്ത്, ഫസ്റ്റ് ചെയർമാൻ PG മേനോൻ, ഫസ്റ്റ് സെക്രട്ടറി കേശവൻ നായർ. ആദ്യത്തെ പ്രസിഡന്റ് KR ഇലങ്കത്ത്, ആദ്യത്തെ ചെയർമാൻ PG മേനോൻ, ആദ്യത്തെ സെക്രട്ടറി കേശവൻ നായർ. കിക്മ അല്ലെങ്കിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് റൺ ചെയ്യുന്നത് SCU ആണ്. കിക്മ സ്റ്റാർട്ട് ചെയ്ത വർഷം 1999. കിക്മ സിറ്റുവേറ്റഡ് അറ്റ് നെയ്യാർ ഡാം. ദ കോപ്പറേറ്റീവ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വാസ് സ്റ്റാർട്ടഡ് ഇൻ ദ ഇയർ 1957. SCU കോപ്പറേറ്റീവ് മെമ്പർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് 1957. 3 പ്രധാനപ്പെട്ട കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് SCU ഫോം ചെയ്തത്. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്, നോർത്ത് മലബാർ കോപ്പറേറ്റീവ് യൂണിയൻ, ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് 3 കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് 1970 SCU ഫോം ചെയ്തത്. കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1930, നോർത്ത് മലബാർ കോപ്പറേറ്റീവ് യൂണിയൻ 1932, ട്രാവൻകൂർ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് 1947. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ് SCU ഫോം ചെയ്തത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ്റെ ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, സഹകരണ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യുന്നു. കോപ്പറേറ്റീവ് ട്രെയിനിങ്, സഹകരണ പരിശീലനം നൽകുന്നു. പബ്ലിസിറ്റി, പ്രൊപ്പഗാൻഡ ആൻഡ് പബ്ലിക്കേഷൻ, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി. ആക്ടിവിറ്റീസിൽ വരുന്നത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ, കോപ്പറേറ്റീവ് ട്രെയിനിങ്, പബ്ലിസിറ്റി, പ്രൊപ്പഗാൻഡ ആൻഡ് പബ്ലിക്കേഷൻ, റിസർച്ച് ആൻഡ് കൺസൾട്ടൻസി. ഇനി SCU പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 കോപ്പറേറ്റീവ് കോഴ്സസ് നോക്കാം. ആദ്യത്തേത് HDC കോഴ്സാണ്. ദിസ് ഈസ് എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ഓഫ് 11 months ഡ്യൂറേഷൻ ഇൻക്ലൂഡിംഗ് 2 months പ്രാക്ടിക്കൽ ട്രെയിനിങ്. 2 മാസത്തെ പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉൾപ്പെടെ 11 മാസം ഡ്യൂറേഷനുള്ള ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് ആണ് HDC. ദ മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ എഡ്യൂക്കേഷൻ ടു ദ HDC കോഴ്സ് ഈസ് എ യൂണിവേഴ്സിറ്റി ഡിഗ്രി. ഇതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്. ദ കോഴ്സ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് 8 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഓഫ് വിച്ച് വൺ ഈസ് അണ്ടർ ദ മാനേജ്മെൻറ്റ് ഓഫ് NSS അറ്റ് കോട്ടയം. 8 കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്ററുകളിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിലൊന്ന് കോട്ടയത്തെ NSSൻ്റെ അണ്ടറിലുള്ള കോപ്പറേറ്റീവ് ട്രെയിനിങ് സെൻറ്ററിലാണ്. ദ അഡ്മിഷൻ ഓഫ് കാൻഡിഡേറ്റ്സ് ഈസ് പ്യുവർലി ഓൺ മെറിറ്റ്സ് ഓഫ് മാർക്സ്. രണ്ടാമത്തെ കോഴ്സാണ് JDC കോഴ്സ്, ജൂനിയർ ഡിപ്ലോമ കോഴ്സ്. HDC എന്ന് പറഞ്ഞാൽ ഹയർ ഡിപ്ലോമ കോഴ്സാണ്, JDC എന്ന് പറഞ്ഞാൽ ജൂനിയർ ഡിപ്ലോമ കോഴ്സ്. ദ കോഴ്സ് ഈസ് ഓഫ് 10 months ഡ്യൂറേഷൻ ഓഫ് വിച്ച് 2 months ആർ ഡെവലപ്ഡ് ഫോർ പ്രാക്ടിക്കൽ ട്രെയിനിങ്. There are 9 junior level training centers in the state, out of which 5 are for the students under general sector and 4 are for SC/ST students. JDC കോഴ്സ് എന്ന് പറയുന്നത് 10 months ഡ്യൂറേഷനുള്ള ഒരു കോഴ്സാണ്, ഇൻക്ലൂഡിങ് 2 months പ്രാക്ടിക്കൽ ട്രെയിനിങ്. 2 മാസം പ്രാക്ടിക്കൽ ട്രെയിനിങ് ഉൾപ്പെടെ 10 മാസത്തെ കോഴ്സാണ് JDC എന്ന് പറയുന്നത്. 9 ട്രെയിനിങ് സെൻറ്റർ ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ. അതിൽ 5 എണ്ണം ജനറൽ സെക്ടർ സ്റ്റുഡൻറ്റിനും 4 എണ്ണം SC/ST സ്റ്റുഡൻറ്റിനുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ കേരള. ഇതോടുകൂടി 7ാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്